പഞ്ചാബ് സർക്കാരിനെതിരെ ഹരിയാന രംഗത്ത്. കർഷകരെ ഡൽഹിയിലെത്തിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ആം ആദ്മി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് ഹരിയാന. പഞ്ചാബിൽ കർഷകരെ തടഞ്ഞില്ല എന്ന് ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ്. കർഷകർ പ്രശ്നം ഉണ്ടാക്കട്ടെ എന്നാണ് പഞ്ചാബ് സർക്കാരിന്റെ നിലപാടെന്നും ഹരിയാന ആരോപിക്കുന്നു. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, എന്താണ് ഹരിയാന ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്? ഏത് സാഹചര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഉദാഹരിച്ചുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളുണ്ട് പ്രജീഷ്. ഒന്നാമത്തേത്, ഇന്നലെ ശംഭു അതിർത്തിയിൽ നിന്നും വന്ന സമയത്ത് ഈ പഞ്ചാബിൻ്റെ ഭാഗത്ത് പോലീസ് അവരെ തടഞ്ഞിരുന്നില്ല, മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഹരിയാന അതിർത്തിയിൽ വെച്ച് തന്നെയായിരുന്നു തടഞ്ഞത്. അതായത് പോലീസ് കർഷകരെ തടഞ്ഞത് ഹരിയാന അതിർത്തിയിൽ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം നിലവിൽ ഹരിയാന ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അനിൽ വിജ് ആം ആദ്മി സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഡൽഹിയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ താൽക്കാലിക ജയിൽ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ള കാര്യം കേന്ദ്രം ആം ആദ്മി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതും കൂടി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം പഞ്ചാബ് സർക്കാരിനെതിരെയും ആം ആദ്മി സർക്കാരിനെതിരെയും ഇപ്പോൾ ഹരിയാന നടത്തിയിരിക്കുന്നത്. ഈ 5 ഇടത്താണ് ഹരിയാനയിൽ മാത്രം കർഷകർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ, ഒരു ബ്ലോക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെ വെച്ച് തടയുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ പരിക്കേറ്റ കർഷകരെ അനിൽ വിജ് നേരിട്ട് പോയി കണ്ടിരുന്നെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഹരിയാന ആവർത്തിക്കുന്നത്. എന്നാൽ നേരെ വിപരീതമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു പഞ്ചാബ് സർക്കാരിൻ്റേത്. അതായത് അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ പ്രതിഷേധം നടത്താനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് കർഷകരെ തടയില്ല എന്നുള്ള ഒരു സമീപനം ആം ആദ്മി സർക്കാർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ഹരിയാന സർക്കാർ എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുണ്ട്. ഇന്നലെ ഈ ശംഭു അതിർത്തിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു കർഷകർക്കെതിരെ ടിയർ ഗ്യാസ് എറിഞ്ഞത് എങ്കിൽ ഇന്നിപ്പോൾ സിംഗു അതിർത്തിയിൽ ഈ വലിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, വെൽക്കം ടു ഡൽഹി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അതായത് മീറ്ററുകൾക്കപ്പുറത്ത് നിന്നും ഈ ദ്രുതകർമ്മ സേനയ്ക്കുൾപ്പെടെ ഈ കർഷകർ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ അവർക്ക് നേരെ ടിയർ ഗ്യാസും മറ്റ് ഗ്രനേഡുകളും തൊടുത്തുവിടാനായിട്ട്, ദൂരെ നിന്ന് തന്നെ തൊടുത്തുവിടാനായിട്ട് ഈ ഒരു തടസ്സം സൃഷ്ടിച്ചായിരുന്ന ബോർഡുകളാണിത്. അതായത് NH-44 2 സംസ്ഥാനങ്ങളിലെ വേർതിരിക്കുന്ന, ഹരിയാനയും ഡൽഹിയും വേർതിരിക്കുന്ന ബോർഡ് ഇപ്പോൾ 2 ക്രെയിനുകളുടെ സഹായത്തോടു കൂടി കട്ട് ചെയ്ത് അത് അഴിച്ച് ഇറക്കി മാറ്റിയിരിക്കുന്നു. നേരത്തെ ഈ ദ്രുതകർമ്മ സേന ഈ ഗ്രനേഡുകൾ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് എറിയുകയാണെങ്കിൽ അത് ഈ സൈൻ ബോർഡുകളിൽ തട്ടി തിരിച്ച് ഉദ്യോഗസ്ഥരുടെ മേലേക്ക് തന്നെ പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വലിയ ബോർഡുകൾ, 2 ബോർഡുകളാണ്. ആ രണ്ടാമത്തെ ബോർഡ് അല്പനേരത്തിനകം തന്നെ അഴിച്ചു മാറ്റും. വെൽക്കം ടു ഹരിയാന എന്നുള്ള ബോർഡ്, വെൽക്കം ടു ഡൽഹി എന്നുള്ള ബോർഡാണ് ഇതിനോടകം തന്നെ അഴിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനോടൊപ്പം ബാരിക്കേഡുകൾ കൂടുതൽ വെക്കുന്നു, കൂടുതൽ സങ്കീർണമാകുന്നു ഈ അതിർത്തിയിലെ കാര്യങ്ങൾ. കുറച്ചുകൂടി സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. ഒരു തരത്തിലും ഗതാഗതം അനുവദിക്കാത്ത രീതിയിൽ സീല് ചെയ്ത് മാറ്റുകയാണ് ഈ സിംഗു അതിർത്തി എന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കും. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.